നമസ്കാരം. ഊരോട്ടമ്പലത്ത് തമിഴ്നാട് സ്വദേശിക്ക് ക്രൂരമർദ്ദനം. സഹോദരന് കാശ് നൽകാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയായിരുന്നു മർദ്ദനം. സംഭവത്തിന് പിന്നിൽ വനിത ഉൾപ്പെടെ വൻ സംഘമുണ്ടെന്നാണ് സംഭവത്തിന് പിന്നിൽ സ്ത്രീ ഉൾപ്പെടെ വലിയ സംഘമുണ്ടെന്നാണ് സൂചന. ചെന്നൈ അയനവാരം സ്വദേശിയും ഗോവിന്ദമംഗലം പഴശ്ശി വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അരുൺ കുമാർ എന്ന 31കാരനാണ് മർദ്ദനമേറ്റത്. സഹോദരന് കാശ് നൽകാനുണ്ടെന്ന് പറഞ്ഞെത്തി അരുണിന്റെ സഹോദരൻ മാർട്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. ശനിയാഴ്ച രാത്രി 7:45ഓടെയായിരുന്നു സംഭവം. നെഞ്ചാക്ക്, കത്തി, ഇരുമ്പ് കമ്പി ഉൾപ്പെടെ ആയുധങ്ങളുമായി എത്തി 15ഓളം പേരുൾപ്പെട്ട സംഘം അരുണിനെയും പിടിച്ചുമാറ്റാൻ ചെന്ന ബന്ധു അനൂപിനെയും ക്രൂരമായി മർദ്ദിച്ചു. അരുണിന്റെ നെഞ്ചിലും പുറത്തും തലയും ക്രൂരമായി മർദ്ദിച്ചു. തലയിൽ മാത്രം 19 തുന്നലുണ്ട്. അരുണിന്റെ സഹോദരൻ മാർട്ടിന് ചെന്നൈ സ്വദേശിനി പ്രീതയുമായി പണമിടപാടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നടന്നിരുന്നതായും ഒടുവിൽ സഹോദരന് നൽകാനുള്ള പണം നൽകാൻ എത്തിയതാണെന്ന് വ്യാജേനയാണ് സംഘം ഗോവിന്ദമംഗലത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറിയത്. മാർട്ടിനാണെന്ന് ധരിച്ച സംഘം തന്നെ മർദ്ദിച്ചതാകാം എന്നും മാർട്ടിൻ അല്ലെന്ന് കണ്ടാണ് കൊല്ലാതെ വിട്ടതെന്നും അരുൺ പറഞ്ഞു. അരമണിക്കൂറിലധികം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘം മടങ്ങിയതിനു ശേഷം മാറാനല്ലൂർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തിയാണ് അവശ്യനിലയിലുള്ള അരുണിനെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. തുടർന്ന് അരുണിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി പോലീസ് തമിഴ്നാട് സ്വദേശിയായ പ്രീത എന്ന യുവതി ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 20ഓളം പേർക്കെതിരെ കേസെടുത്തു. പ്രതികൾക്കായി തമിഴ്നാട് ഉൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിവരുന്ന തെരച്ചിലിൽ സ്ത്രീകൾ ഉൾപ്പെടെ ചിലർ കസ്റ്റഡിയിലായതായും സൂചനയുണ്ട്. അതേസമയം സംഭവത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. പ്രതികൾ പിടിയിലായ ശേഷമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും മാറനല്ലൂർ പോലീസ് പറഞ്ഞു. എൻ്റെ പേര് അരുണാണ്. ഗോവിന്ദമംഗലം ഊരുട്ടമ്പലത്തിലാണ് ഇരിക്കുന്നത്. എൻ്റെ ബ്രദറിന് അവൻ്റെ ഫ്രണ്ട് പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇന്നലെ പൈസ റെഡിയാക്കി വീട്ടുകൊണ്ട് വന്ന് വാങ്ങിച്ചോളി. അങ്ങനെ നമ്മുടെ വീട്ടിന് അവിടെ എത്തിയിട്ട് അപ്പോൾ ഞാനും എൻ്റെ അളിയനും അവിടെ പോയി മാർട്ടിൻ എവിടെ നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ സബ് സ്റ്റേഷൻ നമ്മൾ അടിക്കാൻ അവർ തുടങ്ങി. കുറേ പേരുണ്ടായിരുന്നു, ഒരു 10-15 പേരുണ്ടായിരുന്നു. നമ്മളെ പോട്ട് അടിച്ച് മുറിച്ച് തള്ളി. പിന്നെ നുൻചാക്കും കത്തിയൊക്കെ ഉണ്ടായിരുന്നു. നുൻചാക്കെന്ന് പറയുന്ന സാധനം വെച്ച് കുറേത്തെ മണ്ടയിൽ അടിച്ച് 19 ടൈലിട്ടിട്ടുണ്ട്. പിന്നെ പോലീസ് വന്നാണ് രാത്രി നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഇപ്പോൾ ഇങ്ങനെ ഉണ്ട്. ഈ കാര്യം ചെയ്തവർ ആരും എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ. പക്ഷേ ഇന്നലെ കുറേ നമ്മളെ രക്ഷിച്ചത് ദൈവമാണ്. പിന്നെ ഉയരോട് ഇരിക്കുന്നു.